Dear students, first of all I extend a warm welcome to the third semester mechanical engineering class. And this semester I introduce myself. I am P.V. Chandra, working as a lecturer in mechanical engineering at the Swami Nityananda Polytechnic College, Kanhangad. In this third semester of mechanical engineering diploma program, I am going to discuss with you the most important, very simple, also very interesting subject. The name of the subject is Fluid Mechanics and Pneumatics. The course code is 3022. Periods per week 6 periods, credit 6 credits. This subject, for our convenience of study, we can divide into two parts. Part 1, first and second module, fluid mechanics. Part 2, third and fourth module. Third module deals with industrial hydraulics and fourth module deals with pneumatic circuits, pneumatic systems. So, first two modules containing some problems, derivations, etc. Actually, fluid mechanics. Third and fourth modules, descriptive, figures and explanation. So, for our convenience, we can divide into two parts. Fluid mechanics will be handled by me, and third and fourth module, second part of this subject, will be handled by another staff member of our department. So before going to the subject, first of all, fluid mechanics. What is meant by fluid? ഒരു ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ എന്താണ്? Fluid എന്ന് വെച്ചാൽ, see the slides. When a constant shear force is applied, a solid finally stops deforming at some fixed strain angle. Whereas a fluid never stops deforming and approaches a certain shear strain. That means, നമ്മളൊരു shear stress, constant shear force apply ചെയ്യുമ്പോൾ സോളിഡ് വലിയ മൂവ്മെന്റ് ഡിഫോർമേഷൻ ഉണ്ടാവില്ല. മറിച്ച് ഒരു ഫ്ലൂയിഡ് ആണെങ്കിൽ ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് ഷിയർ സ്ട്രെയിൻ ഉണ്ടാവും, ഒരു ഡിഫോർമേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ വെനെവർ എ ഷിയർ സ്ട്രെസ് എക്സിസ്റ്റ്, ദ ഫ്ലൂയിഡ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ്. അതാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് മീൻസ് those substances which are capable of flowing. ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്ലോ ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉള്ള സബ്സ്റ്റൻസിനെയാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഇൻക്ലൂഡ്സ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. സോ എക്സാമ്പിൾ വാട്ടർ, മിൽക്ക്, കെറസിൻ, പെട്രോൾ, ഡീസൽ, എയർ ഓർ സം അതർ ഗ്യാസസ്. ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ചുള്ള ബിഹേവിയർ, അത് സ്റ്റാറ്റിക് കണ്ടീഷനിൽ കിടക്കുമ്പോഴും മൂവിങ് കണ്ടീഷനിൽ കിടക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ചുള്ള ടോട്ടൽ ബിഹേവിയർ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. Therefore, fluid mechanics means it's a branch of engineering science which deals with the behavior of fluids at rest and in motion. Okay. Then, why we are going to study fluid mechanics? There are so many areas of application of fluid mechanics in engineering and technology. നമ്മുടെ ഇൻഡസ്ട്രിയൽ രംഗത്ത്, വ്യാവസായിക രംഗത്ത്, മറ്റു പല രംഗങ്ങളിലും ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഉപയോഗം, അതിൻ്റെ ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ ഒരുപാടാണ്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സീ ദ സ്ലൈഡ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. Now let us see the areas of application of fluid mechanics. നമ്മൾ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന വിഷയത്തിന് ഉള്ള എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അപ്പോൾ അത് വ്യാവസായിക രംഗത്തും പല ഫീൽഡുകളിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. എക്സാമ്പിൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഡിസൈൻ ഓഫ് പമ്പ്സ്, ടർബൈൻസ് ആൻഡ് അനാലിസിസ് ഓഫ് എയർക്രാഫ്റ്റ്സ്, ബോട്ട്സ്, ഷിപ്സ്, ഇതിൻ്റെയൊക്കെ ഡിസൈനിലും അനാലിസിസിലും ഒക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷനാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഇവിടെയൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ്, construction of dams, then the flood control systems,
ഇറിഗേഷൻ പർപ്പസ് ഇവിടെ വരുന്നുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഡിസൈൻ ഓഫ് വേരിയസ് കെമിക്കൽ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ബയോ മെക്കാനിക്സ്, ബ്ലഡ് ഫ്ലോ ത്രൂ ആർട്ടറീസ്, ദെൻ എയർ ഫ്ലോ ഇൻ ദ ലങ്സ്, ഫ്ലോ ഓഫ് സെറിബ്രൽ ഫ്ലൂയിഡ്. ഹൗസ് ഹോൾഡ്സ്, നമ്മുടെ വീട് ആവശ്യത്തിന്, നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷൻ വളരെ കൂടുതലാണ്. നമ്മളെല്ലാവരും വീട്ടിലും ഒരു പമ്പ് ഉണ്ടായിരിക്കും, വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഇതിൽ പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മെഷീനാണ്. അപ്പോൾ നിരവധി ആപ്ലിക്കേഷൻസ് ആ രീതിയിലുണ്ട്. മെറ്റീരിയോളജി, ഓഷ്യൻ എഞ്ചിനീയറിംഗ്, ദെൻ ടർബോ മെഷീൻസ്, മിലിറ്ററി, മെഡിസിൻ, ഇലക്ട്രോണിക്സ്, എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ്, പിന്നെ മിസൈൽ എയറോഡൈനാമിക്സ്, ഓട്ടോമൊബൈൽ എയറോഡൈനാമിക്സ്, നമ്മുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ്, സാറ്റലൈറ്റ് ഡിസൈൻ, ഇതിലൊക്കെ പ്രധാനമായിട്ട് വേണ്ടത് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷൻസാണ്. ഏത് എയറോഡൈനാമിക്സ് കംപ്ലീറ്റ് ഏതായി കഴിഞ്ഞാലും, റോക്കറ്റ് ആയി കഴിഞ്ഞാലും, ജെറ്റ് പ്രൊപ്പൽഷൻ ആയാലും, സാറ്റലൈറ്റ് ആയി കഴിഞ്ഞാലും, ഇതിലൊക്കെ വേണ്ടത് സെൻട്രിഫ്യൂഗൽ പമ്പ്, പ്രൊപ്പല്ലർ, ടർബൈൻസ്. സോ എ ലോട്ട് ഓഫ് ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ദി സബ്ജക്റ്റ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ സിമ്പിളുമാണ് പഠിക്കാൻ. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഫ്ലൂയിഡ്സ് ആൻഡ് ദ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഡെൻസിറ്റി. വളരെ കൂടുതൽ നിങ്ങൾ കേട്ട ഒരു ടേമാണ് ഡെൻസിറ്റി, മലയാളത്തിൽ സാന്ദ്രത എന്ന് പറയും. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വോളിയം ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ, യൂണിറ്റ് വോളിയം മീൻസ് ഒരു മീറ്റർ ക്യൂബ് ലിക്വിഡ്, ഒരു മീറ്റർ ക്യൂബ് വാട്ടർ 1000 ലിറ്റർ എന്ന് പറയും. ഒരു മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1000 ലിറ്റർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം മാസ് അതിനുണ്ടായിരിക്കും, എത്ര കിലോഗ്രാം മാസ് ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വാട്ടറിന്റെ ഡെൻസിറ്റി അറിയാമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു മീറ്റർ ക്യൂബിൽ 1000 ലിറ്റർ വെള്ളം തൂക്കി നോക്കി കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം ഉണ്ടാവുന്നത്. അപ്പോൾ മാസ് പൊസസ്ഡ് ബൈ എ യൂണിറ്റ് വോളിയം ഓഫ് ലിക്വിഡ്, ദാറ്റ് ഈസ് കോൾഡ് ഡെൻസിറ്റി. ഫോർ എക്സാമ്പിൾ, വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m³ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു മീറ്റർ ക്യൂബ് ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അഥവാ 1000 ലിറ്റർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് 1000 കിലോഗ്രാം ഉണ്ടാവും. 1 ലിറ്റർ വെള്ളം 1 കിലോഗ്രാം ഉണ്ടാവും എന്നാണ്. നേരെ കുറച്ച് പെട്രോൾ അങ്ങനെയല്ല, പെട്രോളിന്റെ ഡെൻസിറ്റി വേറെയാണ്. 750 kg/m³ ആണ് പെട്രോളിന്റെ ഡെൻസിറ്റി. അപ്പോൾ 1 ലിറ്റർ പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 3/4 കിലോ മാത്രമേ മാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡെൻസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിറ്റ് വോളിയം, ആ ലിക്വിഡിന്റെ ഒരു യൂണിറ്റ് വോളിയത്തിന് എത്രമാത്രം മാസ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും ഡെൻസിറ്റി അറിഞ്ഞാൽ. ഡെൻസിറ്റി നൊട്ടേഷൻ റോ എന്നാണ്, മാസ് ബൈ വോളിയം, അതിന്റെ യൂണിറ്റ് kg/m³. അടുത്ത പ്രോപ്പർട്ടി സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയും. സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി മീൻസ് വെയിറ്റ് പൊസസ്ഡ് ബൈ എ യൂണിറ്റ് വോളിയം. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പൊസസ്ഡ് ബൈ എ യൂണിറ്റ് വോളിയം. വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ വെയിറ്റ് പൊസസ്ഡ് ബൈ എ യൂണിറ്റ് വോളിയം. ഒരു മീറ്റർ ക്യൂബ് ലിക്വിഡിന് എന്തുമാത്രം വെയിറ്റ് ഉണ്ടായിരിക്കും, എത്ര ന്യൂട്ടൺ, അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്, എത്ര ന്യൂട്ടൺ വെയിറ്റ് ഉണ്ടായിരിക്കും, അതാണ് വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് ബൈ വോളിയം എന്നാണ്. അതിന് നൊട്ടേഷൻ W, ചില ബുക്കിൽ W എന്ന് കാണാം, ചില ബുക്കിൽ ഗാമ എന്ന് കാണാം. ഗാമ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ലിക്വിഡ്. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, m/g ആണ്. അപ്പോൾ m/g ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ m ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഡെൻസിറ്റി എന്ന് കൊടുക്കുക, ഡെൻസിറ്റി ഇൻറ്റു g. അപ്പോൾ ഫൈനലി എന്ത് കിട്ടും? വെയിറ്റ് ഡെൻസിറ്റി W or gamma is equal to rho density multiplied by acceleration due to gravity. So W is equal to rho g എന്ന് അതിന് ആൻസർ കിട്ടും. അതാണ് വെയിറ്റ് ഡെൻസിറ്റി. അടുത്ത പ്രോപ്പർട്ടി നോക്കാം, സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഇത് മാസ് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലാണ്. 1/ρ. 1/ρ ആണ് പിന്നെ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. 1/ρ എന്ന് പറയുമ്പോൾ വോളിയം ബൈ മാസ്. ഒരു പർട്ടിക്കുലർ മാസ് എത്ര വോളിയം ഉണ്ടായിരിക്കും കാണുന്നതാണ് സ്പെസിഫിക് വോളിയം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് വോളിയം ഈസ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആയിട്ട് വരും. ഈ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി, സ്പെസിഫിക് വോളിയം എന്ന ഈ പ്രോപ്പർട്ടി നമ്മുടെ
ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഗ്യാസ് ഡൈനാമിക്സിലും ഒക്കെയാണ്. നമുക്ക് ഈ ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത് നമ്മൾ വി ആർ ഡീലിംഗ് വിത്ത് ലിക്വിഡ്സ്, മെയിൻലി വാട്ടർ. അപ്പോൾ വാട്ടറായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്, അതിന് ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്പെസിഫിക് വോളിയത്തിന് വലിയ പ്രാധാന്യമില്ല. അടുത്ത പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഡയമെൻഷൻലെസ് നമ്പറാണ്, യൂണിറ്റ് ഇല്ല. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ലിക്വിഡ്. ഫ്ലൂയിഡിന്റെ ജനറലായിട്ട് ഫ്ലൂയിഡിന്റെ കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ലിക്വിഡ്സിന്റെ കാര്യത്തിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് എടുക്കുക വാട്ടർ ആണ്. ഗ്യാസസിന്റെ കാര്യത്തിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എയർ ആണ്. അപ്പോൾ നമ്മൾ ലിക്വിഡ്സ് ഡീൽ ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ ഡെൻസിറ്റി തന്നെ വരുന്നുണ്ട്. ഇതിന് യൂണിറ്റ് ഇല്ല, ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. ഇത് ഇനി റിലേറ്റീവ് ഡെൻസിറ്റി എന്നും പറയും. ഇത് നമുക്ക് ഒരു റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു ലിക്വിഡ് മറ്റൊരു ലിക്വിഡിനെ അപേക്ഷിച്ച് റിലേറ്റീവ് ആണ്, അപേക്ഷിച്ച് എത്രമാത്രം ഹെവിയർ ആണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് മെർക്കുറിയുടെ റിലേറ്റീവ് ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണ്, വേറാസ് ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1. അപ്പോൾ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മെർക്കുറി ഈസ് 13.6 ടൈംസ് ഹെവിയർ ദാൻ വാട്ടർ ആണ്. പെട്രോളിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 0.75 ആണ്. അപ്പോൾ പെട്രോൾ ഈസ് ലൈറ്റർ ദാൻ വാട്ടർ. അപ്പോൾ വാട്ടറിനെ ബേസ് ചെയ്തിട്ട് മറ്റ് ലിക്വിഡ്സ് ഹെവിയർ ആണോ ലൈറ്റർ ആണോ നോക്കാൻ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആവശ്യമാണ്. അപ്പോൾ അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റിയെ കുറിച്ചുള്ളത്. ഇപ്പോൾ ഏത് ഡെൻസിറ്റി കാണണമെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ദെൻ അനദർ പ്രോപ്പർട്ടി, വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന് ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് വിസ്കോസിറ്റി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഓരോ ലെയർ തമ്മിൽ ഷിയർ സ്ട്രെസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എ റെസിസ്റ്റൻസ് ഓഫേഴ്സ് ടു ദി മൂവ്മെന്റ് ഓഫ് ദി ഫ്ലോ. ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് വിസ്കോസിറ്റി. പിന്നെ ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതൊരു പ്രതലത്തിലൂടെ, ഒരു സാധാരണ പ്രതലത്തിലൂടെ ഒരു ഫ്ലൂയിഡ് ഒഴുകി പോവുകയാണ്. അപ്പോൾ സാധാരണ പ്രതലത്തിലൂടെ ഒരു ഫ്ലൂയിഡ് ഒഴുകി പോകുന്ന സമയത്ത് ഏറ്റവും ബോട്ടം ലെയർ, പ്രതലത്തോട് തട്ടിക്കിടക്കുന്ന ലെയർ, അതിന് മീതെ ഒരു ലെയർ, അതിന് മീതെ ഒരു ലെയർ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഷിയർ സ്ട്രെസ് എല്ലാ ലെയേഴ്സിനുള്ളിലും ഷിയർ സ്ട്രെസ് ഉണ്ടായിരിക്കും. ഏറ്റവും താഴത്തെ ലെയറിന്റെ മേലെ നല്ല ഷിയർ സ്ട്രെസ് ഉണ്ടാവും, ഏറ്റവും മേലെ ഷിയർ സ്ട്രെസ് കുറവായിരിക്കും. അപ്പോൾ ആ ഫിഗറിൽ എക്സ് ആക്സിസ് എടുത്തിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. വെലോസിറ്റി വേരിയേഷൻ ആണ് എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ ലെയർ തമ്മിൽ ഡിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ലെയർ, അടുത്തടുത്ത രണ്ട് ലെയർ എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഒരു ലെയർ ഇറ്റ് ഇസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി യു, തൊട്ട് മേലെയുള്ള മറ്റൊരു ലെയർ മൂവിങ് വിത്ത് സം മോർ ലിറ്റിൽ മോർ വെലോസിറ്റി യു പ്ലസ് ഡി യു. ആ രണ്ട് ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി വൈ, വെലോസിറ്റിയിലുള്ള ചേഞ്ച് വെലോസിറ്റി ഡി യു ആണ്. അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ്, ആ രണ്ട് ലെയർ തമ്മിലുള്ള ഷിയർ സ്ട്രെസ്, അത് ടോ എന്നെടുക്കും. ഈ ആ ടോ കാരണം ഉണ്ടായിരിക്കുന്ന രണ്ട് ലെയറിൽ ഉണ്ടായിരിക്കുന്ന ഷിയർ സ്ട്രെയിൻ മീൻസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ എത്ര ഡിസ്റ്റൻസ്, അപ്പോൾ ഡി യു ബൈ ഡി വൈ, അതാണ് വരിക. അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ടോപ്പ് ലെയർ കോസസ് എ ഷിയർ സ്ട്രെസ് ഓൺ ദി അഡ്ജസന്റ് ലോവർ ലെയർ, while the lower layer causes a shear stress on the adjacent layer. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് ഇതിനെ നമ്മൾ പണ്ടേ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അപ്പോൾ ഇവിടെ സ്ട്രെസ്, ആ രണ്ട് ലെയർ തമ്മിലെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ ആണ്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ ഡി യു ബൈ ഡി വൈ. ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മ്യൂ എന്ന് എടുക്കുക. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ എന്ന് വരും. ഈ മ്യൂ ഈസ് കോൾഡ്, മ്യൂ എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, വിസ്കോസിറ്റി അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പേര് വിളിക്കും. അതാണ് വിസ്കോസിറ്റി മ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ മ്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, മ്യൂ ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ ഡി യു ബൈ ഡി വൈ. അപ്പോൾ വിസ്കോസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വിസ്കോസിറ്റി ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് ദ ഷിയർ സ്ട്രെസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഒരു യൂണിറ്റ് റേറ്റ് ഷിയർ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഷിയർ സ്ട്രെസ്
അതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇനി mu is the viscosity. Then next you see another term, kinematic viscosity. Kinematic viscosity means it is nothing but it is the ratio between absolute viscosity or dynamic viscosity mu and the density of the fluid. That is, kinematic viscosity is denoted by nu. Nu is equal to mu divided by rho. ഈ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് നേരത്തെ പറഞ്ഞ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ അതിനെ കൊമേഴ്സ്യലായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് പോയ്സ് ആണ്. പോയ്സ്. അത് രണ്ടും തമ്മിൽ റിലേഷൻ മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. 1 പോയ്സ് ഇസ് ഈക്വൽ ടു 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. കൊമേഴ്സ്യൽ യൂണിറ്റ് സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് STOK. അപ്പോൾ 1 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ്. ഇനി നെക്സ്റ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഇതൊന്നുമില്ല, നേരത്തെ വരച്ച അതേ ഫിഗർ ഇവിടെ വരയ്ക്കുക. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് എത്രയേ ഉള്ളൂ. ദ ഷിയർ സ്ട്രെസ് ബിറ്റ്വീൻ ടു ലേയേഴ്സ് when a fluid flows, the shear stress between two layers is directly proportional to the shear strain. That means tau is proportional to du by dy. So tau is equal to mu into du by dy. അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സി ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഈ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഒന്ന് ഐഡിയൽ ഫ്ലൂയിഡ്. ഐഡിയൽ ഫ്ലൂയിഡ്. ഇത് ഐഡിയൽ ഫ്ലൂയിഡ് ഒന്നുമില്ല. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ഫ്ലൂയിഡ് ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് ഹാവിംഗ് നോ വിസ്കോസിറ്റി. when the ideal fluid is flowing, no friction, no energy loss, nothing. So a fluid which is incompressible and is having no viscosity is known as ideal fluid. ഇത് നമ്മൾ ഡെറിവേഷൻ ഒക്കെ വേണ്ടിയിട്ട് മാത്തമാറ്റീഷ്യൻസ് ഒക്കെ ഒരു കൺസീവ് ചെയ്യുന്ന ഒരു സാങ്കല്പിക ഫ്ലൂയിഡാണ്. ഇങ്ങനെ ഫ്ലൂയിഡ് ഇല്ല യഥാർത്ഥത്തിൽ. ഐഡിയൽ ഫ്ലൂയിഡ് എന്നുള്ളത് വിസ്കോസിറ്റി ഒന്നും ഇല്ലാത്ത. രണ്ടാമത് റിയൽ ഫ്ലൂയിഡ്. Real fluid means the actual fluids available in nature. It is having viscosity. When it is flowing, there will be some friction, everything. That is real fluid. മൂന്നാമത്തെ കാറ്റഗറി ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ആ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്, അതനുസരിച്ചുള്ള ബിഹേവിയറുള്ള ഫ്ലൂയിഡ്സിനാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. നമ്മൾ വാട്ടറും ഓയിലും ഒക്കെ ഈ കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പോൾ അതിലൊക്കെ തന്നെ അത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് shear stress between the layers is directly proportional to the shear strain. So it obeys Newton's law. So those fluids which obeys Newton's law are called Newtonian fluids. Those fluids which does not obey the Newton's law are called non-Newtonian fluids. Paint okay example. Now see the figure, that figure. Then ideal plastic fluid, that is not important. നിങ്ങൾക്ക് ആവശ്യമില്ല. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ പിന്നെ x ആക്സിസിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ് du by dy, y ആക്സിസിൽ ഷിയർ സ്ട്രെസ് ആണ്. അപ്പോൾ ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു du by dy ആകുമ്പോൾ സ്ട്രെയിറ്റ് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. ഒരു കർവ്ഡ് ലൈൻ കിട്ടുന്നതാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. y ആക്സിസ് ഷോസ് ഐഡിയൽ സോളിഡ്, whereas x ആക്സിസ് ഷോസ് ഐഡിയൽ ഫ്ലൂയിഡ്. Then next let us discuss another property, very important property, that is surface tension and capillarity. Surface tension എന്ന് പറയുന്നത് ഈ രണ്ട് പ്രോപ്പർട്ടി, അതിന്റെ പ്രധാന കാരണം cohesion and adhesion. ഈ രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. cohesion means ഒരേ തന്മാത്രകൾ തമ്മിൽ ആകർഷിക്കുന്ന ഫോഴ്സിനെ cohesion, ഒന്ന് മറ്റൊരു തന്മാത്രയെ ആകർഷിക്കുന്നതിന് മോളിക്യൂൾസിനെ ആകർഷിക്കുന്നതിന് adhesion എന്ന് പറയും. അപ്പോൾ surface tension and capillarity are the properties due to cohesion and adhesion. അപ്പോൾ ഒരു വെസലിൽ ലിക്വിഡാണ് അവിടെ കാണുന്നത്. ആ ലിക്വിഡിന്റെ ഏതെങ്കിലും അകത്തുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും പ്രഷർ ഫോഴ്സ് ഉണ്ടായിരിക്കും. അതിന്റെ സർഫസിൽ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യാം. സർഫസിൽ മോളിക്യൂൾ കൺസിഡർ ചെയ്യാൻ താഴോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും, രണ്ട് സൈഡിലേക്കും ഉണ്ടാവും. അപ്പോൾ മേലെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതലത്തിലുള്ള ആ രണ്ട് ഫോഴ്സ് ബാലൻസ് ചെയ്യാത്ത കാരണം ചെറിയൊരു ടെൻഷൻ ആ പ്രതലത്തിൽ രൂപപ്പെടും സർഫസിൽ ഡ്യൂ ടു കോഹിഷൻ. ആ ടെൻസൈൽ ഫോഴ്സിന്, പ്രതലത്തിൽ ഉണ്ടാകുന്ന ടെൻസൈൽ ഫോഴ്സിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ദ ഇന്റൻസിറ്റി ഓഫ് ദ മോളിക്യുലർ അട്രാക്ഷൻ per unit length along any line in the surface is called surface tension. It is denoted by the Greek letter sigma.
and its unit is Newton per meter. ഇതാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ദെൻ കാപ്പിലാരിറ്റി ഉണ്ടാകുന്നത് ഒരു ബക്കറ്റിൽ വാട്ടർ കിടക്കുന്നു, അതിനകത്ത് ഒരു കാപ്പിലരി, ഒരു സ്മോൾ ഡയമീറ്റർ ട്യൂബ് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വാട്ടർ ആ ട്യൂബിനകത്തേക്ക് കുറച്ച് ഒന്ന് ഉയർന്ന് ഒരു പർട്ടിക്കുലർ കർവ്ഡ് ഷേപ്പിൽ ഫിഗറിൽ കണ്ടതുപോലെ നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഡ്യൂ ടു അഡ്ഹഷൻ കൂടുതലാണ്. അഡ്ഹഷൻ കൂടുതൽ ആ ട്യൂബിലേക്ക് വാട്ടർ കയറുന്നതുകൊണ്ട് അഡ്ഹഷനാണ്. സെൻട്രലിൽ വാട്ടർ മോളിക്യൂൾസ് താഴോട്ട് ആകർഷിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കർവേച്ചർ ഷേപ്പ് കാണുന്നത്. നേരെ ഒരു മെർക്കുറി ഒരു വെസലിലാണ് ഈ ഗ്ലാസ് ട്യൂബ്, ഈ കാപ്പിലരി താഴ്ത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം അത് കുറച്ച് താഴ്ന്നിട്ടാണ്, നോർമൽ ലെവലിൽ നിന്നും കുറച്ചും കൂടി താഴ്ന്നിട്ട് കാണാം. അപ്പോൾ അതിനകത്ത് കൊഹിഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ സെൻട്രലിലുള്ളത് മെർക്കുറിയെ ട്യൂബിൻ്റെ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യുന്നത്. അവിടെ അഡ്ഹഷനാണ്, രണ്ട് സൈഡിൽ രണ്ട് എൻഡിൽ കൊഹിഷനാണ് കൂടുതൽ. അതുകൊണ്ടാണ് ആ കർവ് ആ ഷേപ്പിൽ കാണുന്നത്. ഒന്നാമത്തെ കേസിൽ കണ്ടത് കാപ്പിലറി റൈസ് എന്നും രണ്ടാമത്തത് കാപ്പിലറി ഫാൾ എന്നും ആണ് പറയുക. അതിൻ്റെ ഇക്വേഷൻസും നമുക്ക് ആവശ്യമില്ല. സീത വേരിയസ് സ്ലൈഡ്സ്, ആ സ്ലൈഡ്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പം ഇത്രയും പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇനിയുള്ള സ്ലൈഡ്സിൽ കുറച്ച് സോൾവ്ഡ് പ്രോബ്ലംസ്, 2 പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. ആ സോൾവ്ഡ് പ്രോബ്ലംസ് ഇപ്പം ഇതിൽ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് ഡെൻസിറ്റി, വെയിറ്റ് ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി, ഈ 4 പ്രോപ്പർട്ടി വെച്ചിട്ടാണ് സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കുക. അത് വെച്ചിട്ട് 2 പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ 4 പ്രോപ്പർട്ടി വെച്ചിട്ട് പ്രോബ്ലം ഒക്കെ ചോദിക്കും. ബാക്കി വിസ്കോസിറ്റി, പിന്നെ സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി, ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫൈൻ ചെയ്യുക. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഡിഫൈൻ ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒന്നാമത്തെ ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ് എന്നാണ്. ഇത്രയും പ്രോപ്പർട്ടീസാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലംസും കൂടി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വല്ല സംശയങ്ങൾ, ക്ലാരിഫിക്കേഷൻ എനി ഡൗട്ട്സ്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ FM-ൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലൂടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. താങ്ക് യു.